ശ്രീ ബി റജി, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പെത്തുമ്പോൾ ഈ കിതപ്പ് മാത്രമല്ല, വല്ലാത്ത രീതിയിൽ കാലുകൾ കുഴഞ്ഞു പോവുകയാണ് കോൺഗ്രസിൻ്റേത്. ഹരിയാന സീറ്റ് കോഴ, വയനാട്ടിലെ ദുരന്തബാധിതർക്കായി പിരിച്ച പണം അത് മുക്കിയെന്ന് നാടിനാകെ വ്യക്തമായി. നേരത്തെ ബോധ്യമായത് കൂടുതൽ വ്യക്തമായി. നോക്കൂ അജിംഷാദ്, ഇവിടെ 10 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 10 വർഷത്തിന് മുമ്പ് ഭരിച്ച ഒരു പ്രതിപക്ഷത്തിനെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. നിങ്ങൾ നേട്ടങ്ങൾ പറയുവാനില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും അതിന്റെ ഒരു നീണ്ട നിര, ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ്, PSC നിയമനക്കോഴ, PSCയെ നോക്കുകുത്തിയാക്കുക, സ്വജനപക്ഷപാതം, താൽക്കാലിക നിയമനം, അതുപോലെ വിദ്യാഭ്യാസ രംഗം നാശത്തിന്റെ വക്കിലെത്തിച്ചത്, ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയത്, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു കാലഘട്ടം, അതുപോലെ ബാർ അഴിമതി കേസ് സംബന്ധിച്ച് വന്ന അഴിമതി ആരോപണം, അനർട്ടിലെ നിയമന കോഴ വിവാദം, ഇഷ്ടക്കാരെ നിയമിക്കുന്നത്, PM കുസും പദ്ധതിയിലെ അഴിമതി ആരോപണം, അതുപോലെ ഫോൺ ഹവാല, റിവേഴ്സ് ഹവാല, 108 ആംബുലൻസ് പദ്ധതി, അത് CAGയുടെ റിപ്പോർട്ടിൽ വന്നതാണ്. ഇങ്ങനെ മാസപ്പടി കേസ് ഉൾപ്പെടെ ഡിസ്റ്റിലറി, ബ്രൂവറി തുടങ്ങി 2 ഡസനോളം അഴിമതി ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ പദ്ധതി പോലും കേരള സംസ്ഥാനത്തിന് നൽകാനില്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറാക്കി. നമ്മുടെ 2.5 ലക്ഷം കുട്ടികളെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനായി അയക്കേണ്ട ഒരു ഗതികേടില് എത്രയോ രക്തസാക്ഷികളെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്ന ആരോഗ്യ മേഖലയെ സൃഷ്ടിച്ചുകൊണ്ട് UDF സർക്കാർ 2011-16 കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ നാശോന്മുഖമാക്കിക്കൊണ്ടിരുന്ന ഒരു സിഗ്നേച്ചർ പദ്ധതി പോലും ഇല്ലാത്ത ഒരു സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ, UDFനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ശ്രമിക്കുന്നത്. ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ ശ്രീ ബി റജി, താങ്കൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും ഏതാണ്ട് AI ക്യാമറ മുതൽ ഈ സ്പാർക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും കോടതിയിൽ പോയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പൊതു താല്പര്യമാണോ, അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ, അതോ ആളാവാൻ വേണ്ടിയിട്ടാണോ ഈ താല്പര്യമായി വരുന്നതെന്ന് പറഞ്ഞ് കോടതി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതല്ലേ? അപ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ കെട്ടിപ്പൊക്കിയ കേവല വിവാദങ്ങൾ ബി റജി? പക്ഷേ വയനാട് ദുരന്തബാധിതർക്കായി നിങ്ങൾ പിരിച്ച പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വസ്തുതയോടുകൂടി കൊടി ഉയർത്തുകയാണ്. 5.5 കോടി തികച്ചില്ല കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ച പണമല്ലേ? നിങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പിരിച്ച് ഒരു മാസം കൊണ്ട് 44 കോടി രൂപ. നിങ്ങൾക്ക് എന്നിട്ട് 5.5 കോടി തികച്ച് പിരിക്കാനില്ല. മാത്രമല്ല KPCCയുടെ തനത് ഫണ്ടിൽ നിന്നും എടുത്തു അത്രേ. കോൺഗ്രസ്സുകാരുടെ പണം പോലും നിങ്ങളുടെ നേതൃത്വം അടിച്ചു മാറ്റിയെന്ന് സാരം എന്ന് ആരെങ്കിലും സംശയിച്ച തെറ്റുണ്ടോ റജി? എത്ര വ്യാജമായ ആരോപണങ്ങളാണ് വ്യാജമാണോ? താങ്കളുടെ നേതാക്കളെ പോലെ പറയുകയാണോ? കണക്ക് വളരെ കൃത്യമായി പൊതുസമൂഹത്തെ UDFന്റെ എന്താ കണക്ക് ബോധ്യമാക്കിയത്? കണക്ക് ബോധ്യമാക്കിയതിലെ വൈരുദ്ധ്യം ഞാൻ പറഞ്ഞുതരാം. കണക്ക് ബോധ്യമാക്കിയതിലെ വൈരുദ്ധ്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ധനരാജ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് നിങ്ങൾ കേരള സമൂഹത്തിന് മുമ്പാകെ അല്ലെങ്കിൽ CPM കേരളത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടാണോ ഈ എന്ന പാർട്ടിക്ക് ചോദിക്കുന്നത്? അത് ചിലരുടെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നേ ഉള്ളൂ. അത് സമർപ്പിച്ചു. രണ്ടാമത്തെ കാര്യം അവിടെ ഒരു പണവും പോയിട്ടില്ല. രസീത് കുറ്റിയേക്കാൾ കൂടുതൽ പണം അക്കൗണ്ടിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ചില വീഴ്ചകൾ പറ്റി, അതായത് ഈ രസീതുകൾ നൽകുന്നതിൽ ചില വീഴ്ചകൾ പറ്റിയത്. പക്ഷേ പിരിച്ച പണത്തെക്കാൾ, ഈ രസീതിലുള്ള പണത്തെക്കാൾ കൂടുതൽ പണം അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ട് ആ പണമൊന്നും പോയിട്ടില്ല. അത് വിടൂ, താങ്കൾ ഇതിലേക്കെത്തൂ. വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച 5.5 കോടി രൂപയാണോ ഉള്ളത്? ഇനി ഈ 5.5 കോടി തന്നെ പിരിച്ചാൽ ബാക്കി ഇനിയും വേണം. ഭൂമി രജിസ്ട്രേഷനും വീടിനുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വീട് പണി തുടങ്ങി എന്ന് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞത് കള്ളത്തരമല്ലേ? ഇതാണ് ചോദ്യങ്ങൾ.
വീട് പണി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു കല്ലെടുത്ത് വെക്കുന്നത് മുതലാണോ? വീട് പണി അതെ, അതാ തുടങ്ങുന്നത് ഞാൻ അതിന്റെ ചോദിക്കുന്നത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് മുതൽ വീടിന്റെ പണിയാണ്. അതിന് സ്ഥലം വാങ്ങിക്കുന്നു. നോക്കൂ, മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിച്ചപ്പോൾ അവിടുത്തെ മെമ്പർ, വില്ലേജ് ഓഫീസർ പോയി തടസ്സവാദം ഉന്നയിച്ചു, അവിടെ രേഖകൾ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റെക്കോർഡുകളെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ വീട് പണി ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അങ്ങേക്ക് അറിയില്ലേ? ഒരു വീട് പണി ആരംഭിക്കുക എന്ന് പറയുന്നത് അതിന് അപേക്ഷ കൊടുക്കുന്ന ദിവസം മുതൽ വീട് പണിയിലാണ്. KPCCയെ സംബന്ധിച്ച് അവർ വ്യക്തമായി ഇത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDFന്റെ കണക്കില് ആകെ ഏതാണ്ട് 40 കോടിയോളം രൂപ പിരിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ CPM എത്ര രൂപയാണ് ഈ വയനാട് ഫണ്ടിന് വേണ്ടി പിരിച്ചത്? വെറും 90 ലക്ഷം രൂപ. അപ്പൊ കണക്ക് DYFO അല്ലെങ്കിൽ CPM വ്യക്തമായ കണക്ക് കേരളത്തിലെ സമൂഹത്തിന് മുമ്പാകെ അറിയിക്കാതെയാണ് അവർ കോൺഗ്രസിന്റെ അവര് കൃത്യമായി നിങ്ങൾ പിരിച്ചു, കണക്ക് കാണിക്കൂ എന്ന് CMDRF പറയുന്നത്. നൽകി. അത് കൃത്യമാണ്. DYFI കൃത്യമായി പിരിച്ചു. അധിക വിഷ്ണു, പണം പിരിഞ്ഞു കിട്ടിയപ്പോൾ വിഷ്ണു, അതുകൂടി കണക്കിലാക്കി 100 വീട് എന്ന വിഷ്ണു, രീതിയിൽ 25 വീട് എന്നുള്ളത് 100 വീട് എന്ന നിലയിൽ അവർ അതും CMDRFിലേക്ക് നൽകി. അവർ പ്രത്യേക പണം അതിനുവേണ്ടി പിരിച്ചിട്ടില്ല. അവർ CMDRFിലേക്കാണ് നൽകിയത്. അത് വിടൂ റജി, ഞാൻ തിരിച്ചെത്താം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. വിഷ്ണു രക്തസാക്ഷി ഫണ്ട്, അഭിമന്യു നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് ഫണ്ട്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരരുത്. അവരുടെ പാർട്ടിക്ക് മുകളിൽ കെട്ടുന്നത് രക്തസാക്ഷികളെയാണ്. അവരുടെ ഫണ്ടൊന്നും അങ്ങനെ പോയതായി ഒന്നുമില്ല, ഒരു തെളിവുമില്ല. ചുമ്മാ സീറ്റ് കിട്ടാത്തതിന് പാർട്ടിയിലുള്ളവർ തന്നെയാണ് പോയവർ ആരോപണം ആരോപണവും പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. PK ശശിയെ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന പോലെ. നേരത്തെ പറഞ്ഞു അയാൾ സ്ത്രീ പീഡകനാണെന്ന്. എന്നിട്ട് അതേ സതീശൻ തന്നെ PK ശശിയെ ഇപ്പോൾ ഒറ്റപ്പാലത്ത് വന്ന് പറയുന്നു UDFന്റെ ഐക്കണാണെന്ന്. അത് ശരിയാണ്, UDFന്റെ ഐക്കണാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയാണല്ലോ.